കാര്യം കണ്ട് കൈ കഴുകുന്നവരെ, കാര്യത്തോട് അടുക്കുമ്പോൾ മെയ് തഴുകുന്നവരെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. നടുമുറിയിൽ കൊണ്ടുപോയി തൈ നടുന്നവരെ, ആ പ്രയോഗം എനിക്ക് മനസ്സിലായി. അത് മുറ്റത്ത് വെക്കേണ്ട തൈ നടുമുറിയിൽ കൊണ്ടുവന്ന് വെക്കരുത്. പക്ഷെ അത് പ്രയോഗിക്കുമ്പോ എന്തായിരുന്നു? അല്ല വന്നതാ, ആ ഒന്നുമില്ല. ആണോ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ എഴുത്തു വന്നത് ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു സംഗതിയെ നമ്മൾ പ്ലേസ് ചെയ്തു. അങ്ങനെ ഒരു ചിന്തയില്ല. ലൈക്ക് എങ്ങനെയോ വന്ന എഴുത്ത്. പിന്നെ ആർട്ടിനും ആരോ ഒരു പരിപാടി ഉണ്ടല്ലോ, ലൈക്ക് ഞാൻ എഴുതുമ്പോ ചിലത് അർത്ഥമുള്ള എഴുതും, ചിലത് ഒരു അർത്ഥമില്ലാണ്ട് എഴുതും. അപ്പൊ അങ്ങനെ എഴുതരുത്. ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കട്ടെ, അവരവരുടെ രീതിയിൽ കാണട്ടെ എന്ന് ചെയ്തതാ. അങ്ങനെ എഴുതിയപ്പോ വന്ന് ഞാനും പിന്നെ ഒന്ന് ആലോചിച്ച് എന്തുകൊണ്ട് ഞാൻ എഴുതിയെന്ന്. പക്ഷെ എനിക്കതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിലൊക്കെ ഉണ്ടാകുമായിരിക്കും, ഞാൻ അതിനെ സോർട്ട് ചെയ്തെടുക്കണത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാല് മുറ്റത്ത് വെക്കേണ്ട തൈയാണ്, അതുകൊണ്ടൊന്നും നടുമുറി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്ന, അത് കാര്യമില്ലാത്തൊരു മിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സ്ഥാനം തെറ്റിയ വസ്തു എന്നൊക്കെ പറയുന്ന മാതിരി ഒരു സ്ഥാനം തെറ്റലാണ് ശരിക്കും ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. അതായിരിക്കും കുറച്ചുകൂടെ ഉള്ള ബുദ്ധിയുള്ളവർ ഇത് വ്യാഖ്യാനിക്കും. അതെ, എനിക്കറിയില്ല ഞാൻ എഴുതുന്നുള്ളത്. പക്ഷെ സാധനം കൊള്ളാം, പ്രയോഗം കൊള്ളാം. അപ്പൊ പുതിയ പ്രയോഗം കാണുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം എഴുതി കണ്ടില്ലല്ലോ. ആ പരിപാടി ഭയങ്കര ഇഷ്ടം. ലൈക്ക് ആരും എഴുതാത്ത പരിപാടിയാണല്ലോ. അതെ അതെ, അങ്ങനെ എഴുതിയതാ ചുമ്മാ. പക്ഷെ അത് നല്ല പ്രയോഗമാണല്ലേ, നടുമുറി കൊണ്ടുവന്ന് തൈ നടുന്നവരെ എന്ന് പറയാം. ഇമാജിനേഷൻ ചെയ്യാലോ. അതെ അതെ, നടുമുറി, നമ്മൾ നടുമുറി കൊണ്ട് നമ്മളെ നടുമുറിയിൽ തൈ ഒരിക്കലും മുറ്റത്ത് നടേണ്ട സാധനമല്ലേ എന്നുള്ള സാധനമുണ്ട്. എനിക്ക് ആ ഇമേജിനേഷൻ പരിപാടി എഴുതുമ്പോ ആ ഇമേജ് കൊള്ളാം, കിട്ടുന്നുണ്ട്, നമുക്ക് ഇമേജ് കിട്ടുന്നുണ്ട്. ഞാനും കൊണ്ടുവന്ന് ഇപ്പൊ സംസാരിക്കുമ്പോഴും ഞാൻ കൊണ്ടുവന്ന് ടൈല് കുഴിച്ചിട്ട് അതിനകത്തൊരു ഇത് നടാൻ ശ്രമിക്കുകയാണ്. അതെ അതെ അതെ, അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ആയിരിക്കും ഒരു പക്ഷെ. അത് കൊള്ളാം കേട്ടോ. അതേപോലെ കാരണം കേട്ട, പൊളിയും കേട്ട, മരണം കിട്ടാൻ വൈകൂലേട്ട, അതൊക്കെ ഓക്കെ. തിരക്ക് കൊണ്ട അല്ലെങ്കിപ്പോ തീർത്തേനേട്ട. അത് കഴിഞ്ഞിട്ട് ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഗടാഗടിയൻ ഒരു കടോൽക്കജൻ, എൻ കഠാര കൊടൂര മനോരഞ്ജൻ. അതൊക്കെ. എന്നിട്ട് പറയുന്നതാണ് കൂട്ടിയിട്ട് കത്തിക്കും നീ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്നുണ്ട്. അതായത് അവിടെ വാകീറി പൊളിച്ചോണ്ടിരുന്നാലും എന്നെ തന്നെ പഴിച്ചോ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ചൊരു അഗ്രസീവ്നെസ് കൂടിപ്പോയി. കുറച്ചൊരു പരിഗണന നിനക്ക് ഞാൻ തരില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഭാഷ വന്നു. പക്ഷെ അതിന്റെ റീസൺ പറഞ്ഞിട്ടുമില്ല. അതാണ് എന്റെ ലൈക്ക് അത് ഹിപ്ഹോപ്പിലുള്ള ഒരു പരിപാടി തന്നെ. അത് ലൈക്ക് ഞാനാണ് എന്നുള്ള സാധനം. ഞാൻ ഒരു ഇത് പറയാം, ഞാൻ ആകാശവാണിയിൽ പണ്ട് കേട്ടതാ. പാട്ട് എഴുതുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ആള് ഞാൻ എന്നുള്ള ചിന്ത വേണം. ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ഞാൻ, ഏറ്റവും ഇതായിട്ടുള്ള ആൾ ഞാൻ, ഏറ്റവും മോശപ്പെട്ട ആള് ഞാൻ എന്നുള്ള ചിന്ത, ഏറ്റവും നല്ല ആള് ഞാൻ, അത് വേണം. എഴുതി കഴിയുമ്പോൾ അത് പോകണം. അതിന്റെ തല്ലുള്ള കാരണമാണ് ഞാൻ ഇത്രയും ഇതായിട്ട് എഴുതിയത്. ഞാൻ എന്നുള്ള ചിന്ത. റിയൽ ലൈഫിൽ എനിക്ക് അങ്ങനെ ചിന്തയില്ല. അയ്യോ, റിയൽ ലൈഫിലൊക്കെ എന്നെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇടിന്ന് പറഞ്ഞ ഓടി ഞാൻ. എനിക്കത് പറ്റാത്തതിന്റെ വിഷമം ഇവിടെ തീർക്കാലോ. റിയൽ ലൈഫ് നമുക്കിത് പറ്റില്ല, കാരണം നമ്മ അങ്ങനെ ജീവിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയുണ്ട്. അത് പാട്ടിലൂടെങ്കിലും നമുക്ക്, ഇപ്പൊ വിജയ് സിനിമയിലെ കാണുമ്പോ വിജയ് പറക്കണ്, നമുക്ക് പറ്റില്ല. അത് കുറെ ആൾക്ക് വേണ്ടി സംസാരിക്കണ്. പക്ഷെ എനിക്ക് അതിൽ ഒരു തരത്തിൽ ഇപ്പൊ കടാര കൊടൂര മനോരഞ്ജനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, രസമുള്ളതാണ്. പക്ഷെ അതിനകത്ത് അയാൾ വാപൊളിച്ച് കരയുമ്പോഴും ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് പറയുന്നത് അതല്ല. ലൈക്ക് എനിക്കെതിരെ വാപൊളിച്ച് ലൈക്ക് ആ സാധനം അങ്ങനെയാണ്, മറ്റേ ഉദ്ദേശം. സോറി, ഇത് ലൈക്ക് എനിക്കെതിരെ വാപൊളിച്ച് ഇങ്ങനെ എനിക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലും ഞാൻ സംസാരമില്ല, പ്രവൃത്തിയുള്ളൂ എന്നുള്ള ചിന്ത. ഇങ്ങാട് വന്ന് അങ്ങാടെന്നുള്ള ചിന്ത, അല്ലാണ്ട് മറ്റേ ഇങ്ങാട് വന്ന് വന്നാൽ നമ്മ ഒരു വഴിക്ക് റെഡിയാന്നുള്ളത് പാട്ടിൽ മാത്രം. കാരണം നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല കുറെ കാര്യങ്ങളിൽ. ഞാൻ കുറെയൊക്കെ ഒതുങ്ങി പോയിരുന്നതാ. എന്ത് പ്രശ്നമില്ല, ഇതുവരെ ഒരു അടിപിടി പരിപാടിക്കൊന്നും പോകാണ്ട്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഞാൻ ക്ഷമിച്ച് വിടുന്ന അങ്ങനെ പോയിരുന്നതാ. കുറെ കഴിയുമ്പോൾ മനസ്സിലായി, ഇത്ര നാൾ നമ്മൾ ക്ഷമിച്ചു, എത്ര നാൾ ഒഴിഞ്ഞു മാറിയാൽ നമുക്ക് ഈ സാധനത്തിലൂടെ കടന്നുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കണ അറിയാമല്ലോ. അപ്പോൾ കുറെയൊക്കെ നമ്മൾ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് പാട്ടിലൂടെ പറയാം. അടിപൊളി. ഈ ശരിക്കും ഗബ്രിക്ക് 25 വയസ്സേ ആയുള്ളൂ. എനിക്കത് 25 വയസ്സുകാരൻ പക്വതയോടുകൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ. ശരിക്കും ജീവിത അനുഭവങ്ങളോ സന്ദർഭങ്ങളോ ഒക്കെ ആയിരിക്കും. വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ഗബ്രിയാണല്ലേ. എത്ര വയസ്സ് മുതലാണ് ശരിക്കും? ലൈക്ക് എനിക്കൊരു 6ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. അപ്പോൾ തുടങ്ങി അമ്മ സ്ട്രഗിൾ ചെയ്യുന്നതാ. നമ്മൾ കാണേണ്ടത്
വാർക്കപ്പണിക്കും പോയിട്ട് കരിങ്കല്ലൊക്കെ ചുമന്ന് 6 മണിയാകുമ്പോൾ അമ്മ വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഇത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് ചിന്ത വരുമോ ഇനി നോക്കേണ്ടത് ഞാനാ, ഇനി അമ്മക്ക് ഒരുപാട് നാൾ ഇതാക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ ആ ചിന്തകൊണ്ട് നമ്മൾ പണിക്ക് പോയത് ITA പഠിച്ച സമയത്ത് 2018-19 IT പഠിച്ചപ്പോൾ കൊറോണ വന്ന കാരണം ITയുടെ ജോലി കിട്ടിയില്ല. വേറെ ഗോഡൗണിൽ കയറി, പിന്നെ ഒരു 3 കൊല്ലം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു, ലൈക്ക് ഉത്തരവാദിത്വം വന്നു ചെയ്യാൻ ഒരുപാട്. ആദ്യം ജോലി ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഒരുപാട് ജോലിക്ക് പോയിട്ടുണ്ട്. കാറ്ററിംഗ് വർക്കിന് പോയിട്ടുണ്ട്, കാർ കഴുകാൻ പോയിട്ടുണ്ട്. ലൈക്ക് ഇതൊക്കെ എല്ലാവരും പറയുന്ന കാര്യം. എന്നാലും ലൈക്ക് ഒരു ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവിടെ തൈക്കാട്ടുകര. അവിടെ ഒരു സർക്കാർ ഓഫീസാണ്. അവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് രാവിലെയും വൈകിട്ടും ചായ കൊടുക്കുക. പക്ഷെ അതൊക്കെ നല്ല ജോലിയായിരുന്നു, നല്ല രസമായിരുന്നു. അവർക്ക് നമ്മൾ സ്നേഹവും. അപ്പോൾ എനിക്കങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. പാത്രം കഴുകുന്നതൊക്കെ എനിക്ക് കുഴപ്പമുള്ള പരിപാടിയായിരുന്നില്ല, നല്ല സമാധാനമുള്ള പരിപാടിയായിരുന്നു. വൈകിട്ടാകുമ്പോൾ ചായയും കടി നയിക്കാൻ വരും, ഉണ്ടാക്കാൻ നയിക്കും. എൻ്റെ ഫുട്ബോൾ ഇങ്ങനെ പിള്ളേർ കൊടുക്കും, എന്നാ അവിടെ നിന്ന് കിട്ടി ഞാൻ പണിയെടുത്തുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അത് ഇതിങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഉത്തരവാദിത്തം കൂടി ഇപ്പോൾ നമുക്ക് പറ്റില്ല. ലൈക്ക് ലോണുകൾ കൂടുതലുണ്ടല്ലോ, ആകെ കിട്ടുന്നത് 12,500 സംതിങ്. ഇപ്പോൾ ലോണോടെ ഒന്നും നടക്കില്ല. ഞാനപ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ഒന്നും ഞാൻ ഡ്രസ്സ് പോലും വാങ്ങില്ല. വാങ്ങണമെങ്കിൽ തന്നെ 100 രൂപയുടെ ഷർട്ട് അങ്ങനെ. അത് ഞാൻ ഡ്രസ്സ് പറഞ്ഞത് ഇപ്പോൾ 12,500 കിട്ടിയാൽ 10 രൂപ വീട്ടിൽ കൊടുക്കും, 2 രൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് അതിൽ പിന്നെ അമ്മയുടെ എൻ്റെയൊക്കെ റീചാർജ് ചെയ്യും. പിന്നെ എൻ്റെ ചിലവിനുള്ളത് ഞായറാഴ്ചകളിൽ കാറ്ററിംഗ് വർക്കിന് കൊണ്ട് 500 രൂപ, അത് മാത്രം. ആകെ ചിലവാക്കുന്നത് ബുക്ക് വാങ്ങാൻ. അടിപൊളി പരിപാടിയാണ്. സേവ് ചെയ്യും, ബുക്ക് വാങ്ങും, എന്നിട്ട് ബാക്കി ഒരു സേവിങ്സ്, ബാക്കി ഒരു 500,000 അറേഞ്ച് ഉണ്ടാവും. അതായാലും കടം ചോദിക്കും, കൊടുക്കും. അതാണ് മറ്റേ 42 ഞാൻ കടവും കടത്തിന്റെ കൂടെ ഉള്ളവനാ, പക്ഷേ എൻ്റെ ഈ ഡോം ബലോം പിന്നെ കുത്തിപ്പറിക്കുന്ന കൂട്ടം. കടം വാങ്ങി തിരിച്ചു തരില്ല, നമ്മൾ തിരിച്ചു ചോദിക്കുകയില്ല. നമുക്കറിയാലോ പൈസത്തിന്റെ വിഷമം. ചിലപ്പോൾ അവർക്ക് അതുണ്ടാവില്ലായിരിക്കും, ചോദിച്ചാൽ നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ഉത്തരവാദിത്വം പരിപാടി ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് പറ്റാണ്ടായി. പിന്നെ ഈ ആർട്ട് ഞാൻ ആദ്യമൊക്കെ പാട്ട് എഴുതിയിടുക, ഇൻസ്റ്റാഗ്രാമിലിടുക, അൺഇൻസ്റ്റാൾ ചെയ്ത് പോവാം, കേൾക്കണോണ്ട് കേട്ടാൽ മതി, പൈസ ഉണ്ടാക്കണം ചെയ്യുന്നൊന്നുമില്ല. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അമ്മ വീട് പണി നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അമ്മ എല്ലാ വീട്ടിലും കയറിയിട്ട് സഹായം ചോദിച്ച്, ഇങ്ങനെ വീട് പണി നടക്കുന്നുണ്ട് സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ വീട്ടിൽ കയറി ഇറങ്ങി. അന്നൊരു മകൻ എന്ന രീതിയിൽ ഞാൻ മരിച്ചു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ വീട്ടിൽ കൈ നീട്ടാം. അപ്പം അന്ന് ഞാൻ തീരുമാനിച്ച് പൈസ ഉണ്ടാക്കണം, നമ്മുടെ ഐഡിയോളജിയൊക്കെ മാറ്റി വെച്ച് പൈസ എന്നുള്ള ചിന്ത. എന്നാൽ നമ്മുടെ ഇത് പോയരുത്. എനിക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ ചിന്തയുണ്ടാവില്ല, പിന്നെ ഇതിൽ നിന്ന് തന്നെ പൈസ ഉണ്ടാക്കണം, കുറേ പൈസ ഉണ്ടാക്കി നമുക്ക് കൊടുക്കുന്ന ചിന്ത വന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് പിന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് എന്നെ കുടുംബം നോക്കാം. അപ്പം കൊള്ളാം, മുത്താണ് അത് അടിപൊളി. പാട്ടുകൾ പാടിച്ചില്ല ഞാൻ ഇടയ്ക്ക്, ഈ വർത്താനം കേട്ടിരുന്ന പാട്ട് വിട്ടുപോയി. ആദ്യമായിട്ടാണ് തുറന്നു പറയണത്. KL42 ഒന്ന് പാടുവോ? പറ്റേ. നീ കണ്ടിട്ടും കാണാത്തപ്പോൾ നടിക്കും, എൻ്റെ പാട്ട് കേട്ടിട്ടും കേൾക്കാത്തപ്പോൾ ഭവിക്കും. എത്ര കാലം കണ്ണും കാതും പൊത്തിയിരിക്കും, അത്ര കാലം കുറു നരികളിടം ഭരിക്കും. ഞാൻ കടവും കടത്തിന്റെ കൂടുള്ളവനാ, പക്ഷെ എൻ്റെ ഇടവും വലവും എന്നെ കൊത്തിപ്പറിക്കുന്ന കുട്ടപ്പതോ എന്ന് പറഞ്ഞ് പതിച്ചോനെ എങ്ങനെയൊക്കെ നടുവും തല്ലി വീണലും നിലക്കില്ലയോട്ടം. കാര്യം കണ്ടു കഴിഞ്ഞ് കൈ കഴുകുന്നവരാ, കാര്യത്തോടടുക്കുമ്പോ മെയ്ത്തഴുകുന്നവരാ, നടുമുറിയിൽ കൊണ്ട് തൈ നടുന്നവരാ. മര്യാദക്കല്ലേ മൈഡിയറൊമ്മനെ കുട്ട, കാരണം കേട്ടാ പൊളിയും കേട്ടാ, മരണം കിട്ടാൻ വൈകൂലട്ടാ, തിളക്കം മങ്ങുമ്പോൾ തോണി നേരം എടുക്കില്ലട്ടാ, തിരക്ക് കൊണ്ടാ അല്ലേ ഇപ്പൊ തീർത്തേനട്ടാ. ഗടാഗടിയും വേണോ? ഞാൻ കട്ടിയൻ ഒരു കട്ടോൽഗജൻ, എൻ കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. കട്ടിയൻ ഒരു കട്ടോൽഗജൻ, കട്ടാര കൊട്ടൂര മനോരഞ്ജൻ. 42 എന്റെ നാട് നോക്കിയിട്ട് കളിച്ചോ, താക്കിയത് വരത്തില്ല പോക്കറ്റിൽ ഒളിച്ചോ, കൂട്ടിട്ട് കത്തിക്ക് നീ വാക്കീറി പൊളിച്ചോണ്ടിരുന്നാലും മെനന്നാലും എന്നെ തന്നെ പഠിച്ചോ നീ പടഞ്ചൊല്ലി പഠിച്ചോ. തലച്ചോറിൽ പരിപ്പും ചാറൊഴിച്ചോ, കഴിച്ചോണ്ടിരുന്നപ്പോ കണ്ണു മിഴിച്ചോ, ഗണിച്ചോണ്ടിരുന്നപ്പോ ചുളമടിച്ചോ. സഹിച്ചോ നീ അനുഭവിച്ചോ, സ്വന്തമായിട്ടൊന്നുമില്ലെങ്കിൽ അനുകരിച്ചോ. തിരിഞ്ഞോടുമ്പോ തിരിയുന്നിടത്ത് എല്ലാം എൻ്റെ മോറ് കാണുമ്പോ തരിപ്പടിച്ചോ. തലയോട്ടിയിൽ അടിച്ചു കയറ്റി തന്ന മുള്ളാണികളുടെ മുനയൊടിച്ചു. തനിച്ചോടുമ്പോ തനിക്കെന്ന് കരുതിയതൊക്കെ എവിടെ പോയെന്ന് തിരിച്ചറിഞ്ഞു. സൂപ്പർ പാടുമ്പോ അടിപൊളിയാ. ഞാൻ പഠിച്ച് പാടും കേട്ടോ ഇത്. കാരണം എന്ന് വെച്ചാല് ഭയങ്കര രസമാണ് ഈ താളത്തിൽ പാടുമ്പോൾ. നിങ്ങളെ കാണുമ്പോൾ സുഖം കിട്ടുകയാണെങ്കിൽ പാടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടില്ലേ.
ഭയങ്കര രസമായിരിക്കും. ഈ നിങ്ങൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് ഇത് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലഹരിയില്ലേ, അതാണ് ഭയങ്കര രസമല്ലേ. അവരിത് റാപ്പൊക്കെ ഇത്രയും നന്നായിട്ട് കാണാതെ പഠിച്ച് നമുക്ക് പോലും തെറ്റിപ്പോവാൻ സാധ്യതയുള്ള അവര് പാടും. അത് മന്ദാരൊക്കെ പാടുമ്പോ ഫോട്ടേജ് പിന്നെ മന്ദാരൊക്കെ പാടും. നീയൊക്കെ കൊള്ളാം. അപ്പൊ ചിലരൊക്കെ ക്രൗഡ് ഇതല്ലെങ്കിൽ നമ്മ ഡൗൺ ആവും. ക്രൗഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളത്, പാടാ തിരിച്ചു പോരാ. ക്രൗഡ് വേണം നമുക്ക്. ക്രൗഡ് ഒരു എൻകറേജിങ് ആണെങ്കിൽ അടിച്ച് കിട്ടും നമുക്ക് ആ സാധനം. വരുമാനമായിട്ട് പണിയെടുക്കുന്ന പൈസ നമ്മൾ പോവാ. അങ്ങനെയാണ്. പക്ഷെ അല്ലാതെ സ്റ്റേജിൽ വേറെ നമുക്ക് ടിക്കറ്റ് എടുത്ത് വരുമ്പോ നമ്മുടെ വരികൾ കേട്ടുള്ളതാണത്. സോ അത് വേറെ പരിപാടി. അതാണ് എനർജി അല്ലേ. അത് കഴിയുമ്പോ നമുക്ക് അവരൊക്കെ വന്ന് വർത്താനമൊക്കെ പറയുമ്പോഴും നമുക്ക് അതിന്റെ ഇത് കിട്ടില്ലേ. പക്ഷെ അതും എനിക്ക് ഇപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുള്ള. ലൈക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ എനിക്കറിയില്ല എങ്ങനെ മറുപടി പറയണ്ടെന്നൊക്കെ. ആരെങ്കിലൊക്കെ മെസ്സേജ് അയക്കും ഇങ്ങനെ നല്ല പാട്ടാന്നൊക്കെ പറഞ്ഞാൽ ഇമോജിയെങ്കിലും കൊടുക്കും. എന്നിട്ട് വേറെ ഒന്നും എനിക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കണമെന്ന് അറിയില്ല ഇങ്ങനത്തെ അപ്രിസിയേഷൻ പരിപാടിക്കൊക്കെ. അല്ല അപ്പം എക്സൈറ്റ്മെന്റ് തോന്നില്ല? ഇല്ല, എന്താണെന്നറിയില്ല. അത് ഒരുപക്ഷെ ആരെങ്കിലും ഒക്കെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ വേടൻ പുലിയെ പിടിച്ചതുപോലെ വേറൊരു പുലി വന്ന് സംസാരിക്കുകയാണെന്ന് ചോദിച്ചാൽ ഗബ്രിയുടെ അടുത്ത്, അപ്പോഴായിരിക്കും ചിലപ്പോ അതാണ് നമ്മൾ ചെയ്യുന്ന പണിയുടെ റിസൾട്ട് കിട്ടി, അതിന് കിട്ടുമായിരിക്കും. ലൈക്ക് നമ്മളെ കണ്ട് ഇൻസ്പയർ ആയ ഒരുപാട് വന്നിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യുമ്പോ നീ ഇരുന്ന് കാണും ഞാൻ ചെയ്യട്ടെ. അല്ലാണ്ടുള്ള പൊക്കിപ്പറച്ചിലും പരിപാടി അതെ, അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല ആക്ച്വലി. നല്ലതാ. അല്ല അത് നല്ലതാ. കാരണം നമ്മുടെ ഉള്ള് സന്തോഷിക്കുമ്പോൾ സന്തോഷിച്ചാൽ മതി, അഭിനയിക്കേണ്ട. അതെ അഭിനയിക്കേണ്ട കാര്യമില്ല. അത് നല്ല ഐഡിയ. അല്ല, എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ അഭിനയിക്കാതെ, എഴുത്തിൽ പോലും അഭിനയിക്കാതിരുന്നാൽ മതി. അപ്പോൾ റിയലായിട്ട് വന്നോട്ടെ എന്ന് പറയാം. നമ്മൾ ചില പരിഗണനകളൊക്കെ ഉണ്ട്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അറിയുമ്പോഴും ആ ഫ്ലോ നഷ്ടപ്പെടാതെ അങ്ങനെ അത് വേറെ ഞാൻ അവന്റെ വഴിക്ക് വിട്ടോട്ടെ എന്നുള്ള ഇതില്ല. റിയൽ ലൈഫിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ക്യൂരിയസ് ആയാൽ മതി. ഒരാളുടെ പെരുമാറുന്നത് എങ്ങനെ, സംസാരിക്കുന്നത് എങ്ങനെ, അതിൽ മാത്രം ക്യൂരിയസ് ഉള്ളൂ. എഴുത്ത് എങ്ങനെയും ആയിക്കോട്ടെ, അത് വേറൊരു ഞാൻ അവനെ വിട്ടേക്ക്. എങ്ങനെ അല്ല, ഇത്രയൊക്കെ സംസാരിക്കുന്നത് എന്തായാലും വായനയുടെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാത്തതല്ല, എനിക്കറിയാം, എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലായി. അതാണ് ഒരു പക്ഷേ ഒരു സന്തോഷം അല്ലേ, ഉള്ളിലേക്ക് പല കാര്യങ്ങളും വായിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു തരത്തിലുള്ള വായന എന്നുള്ളതുണ്ടോ? ഞാൻ വായന തുടങ്ങിയത് ഈ ഒറ്റപ്പള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പ കൂടുതലും വായിക്കുന്നത് കെ ആർ മീര ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവും നമ്മൾ കാണുന്നത് ഇതൊക്കെ ഞാനാണല്ലോ എന്നുള്ള ചിന്ത എന്നുള്ള ഈ എനിക്ക് തോന്നുന്നു ഈ പിത്തത്തടയിൽ കത്തിക്കയറിയ സംഭവം എനിക്ക് അതിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. ഈ അടുത്ത തിരിച്ചറിഞ്ഞ് ഞാൻ അതിൽ ക്യാരക്ടർ ഉണ്ട് ഇങ്ങനെ, ലൈക്ക് വൈഫിനെ ഹസ്ബൻഡ് ഇങ്ങനെ കുത്തും, ഒരു വികാരം ഇങ്ങനെ നിൽക്കുക, അങ്ങനൊന്നും ഒരു സീൻ ഉണ്ടായില്ലേ. ലൈക്ക് അതിൻ്റെ തലയിൽ കിടക്കണ്ടായിരുന്നു. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നുള്ളത്. നമ്മൾ ഇമാജിനേഷൻ ചെയ്യില്ല ആ സീനൊക്കെ വായിക്കുമ്പോൾ. കേരളയുടെ ബുക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടം. ഒറ്റപ്പെടൽ എൻജോയ് ചെയ്യണ ടൈപ്പിലുള്ള ഒരു പരിപാടിയാണ്. ലൈക്ക് ഒറ്റക്കാണെങ്കിലും എനിക്ക് അത് കുഴപ്പമില്ല, എൻ്റെ ജീവിതം ഇതാ, ഞാൻ അത് എൻജോയ് ചെയ്യണ്ടെന്നുള്ള പരിപാടി. ചിലപ്പോൾ പുള്ളിക്കാരത്തെ ആരെങ്കിലും ഉദ്ദേശിച്ചത് എനിക്കങ്ങനെ കിട്ടിയത്. മനസ്സിലായി. ഈ ആരാച്ചാര്, ഘാതകനൊക്കെ അങ്ങനെ കുറച്ച് ബുക്കുകൾ, കുറെ ബുക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേരളീരയുടെ. ഇപ്പൊ വേറെ ആരെയും വായിക്കാൻ തോന്നുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഗേർമേനെ വായിച്ച് 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 വേറെ ആരെയും ബുക്ക് വായിക്കാൻ തോന്നുന്നത്. കുറെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മാറ്റി പിടിക്കണം, ഒറ്റപ്പെടൽ മാറ്റിയിട്ട്. പക്ഷെ വായിക്കുന്ന സമയത്ത് എന്താണ് ശരിക്കും ഉള്ളിൽ സംഭവിക്കുന്നത്? ആ കഥയിൽ അലിഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. അപ്പൊ എനിക്കെന്ന് പറഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയിട്ടാണ് ഞാൻ ലേഖനങ്ങളൊക്കെ വായിച്ച്, എനിക്ക് നോവലൊന്നും വായിക്കുന്നതിൽ കിക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത്. കാരണം ചോദ്യത്തിന് ഉത്തരം വേണം. നോവൽ വായിച്ച് ചിലപ്പോൾ എനിക്കത് കിട്ടിയില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വേറെ സാധനങ്ങളൊക്കെ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ശരിക്കും ഗബ്രിയുടെ വായന? എനിക്ക് ലൈക്ക് റിയൽ ലൈഫിൽ നിന്ന് രക്ഷപ്പെടാം, ഞാൻ മാത്രമുള്ള ഒരു ലോകത്തേക്ക് പോവാ, അങ്ങനെ അലിഞ്ഞിരിക്കുക, ഒരാളും ചിന്തയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. അത് പരിപാടിയാ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയുന്നത്. പിന്നെ എനിക്ക് അതിനെ കൂടുതൽ ഇത് കിട്ടുന്നത് എഴുതുമ്പോഴാ. എഴുതുമ്പോ ഞാൻ വേറെ ലോകത്താ. ഞാനും ഇതുണ്ട്, ഞാനും എന്റെ പേനയും കടലാസും മാത്രമുള്ള ലോകം എന്നൊക്കെ പറഞ്ഞു. വേറെ ലോകം, അടിപൊളി. അത് പറയണ പോലെ ഒരു ലോകത്തിൽ ആണ് ഗബ്രി പോകുന്നത്. ഇങ്ങനെ സാഹിത്യം പറയുന്നത് പോലെ ഒരു ലോകത്താണ് ഗബ്രി എഴുതുന്നത്. ഫാന്റസി വേൾഡാ കുറച്ച് ഞാൻ. അത് സൂപ്പർ നൈസ് പരിപാടി. എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാവരും ബാലൻസിലാവണേ. ഇതുണ്ട്, അതുണ്ട്, അതുണ്ട്. അപ്പൊ അളിയന്റെ ആസ്വാദനം അതാണ്.
അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ ഞാനിത് അറിഞ്ഞില്ലല്ലോ എന്നോർക്കും, പിന്നീട് ഓർക്കും. അപ്പം ഗബ്രിക്ക് ശരിക്കും ആ അവസ്ഥയിൽ പോയിരിക്കാൻ കഴിയും ഇപ്പോഴും ഒരു നോവലുമായിട്ട് പോയിട്ട് പറ്റും. അല്ലെങ്കിൽ എഴുത്തുമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. ഞാനിപ്പോ വായിക്കുന്നത് പൊനം എന്ന് പറഞ്ഞൊരു ബുക്കാ. അത് ഇതുവരെ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഉള്ള ബുക്ക്. പക്ഷെ ഷോസിന് പറഞ്ഞാൽ വായിക്കാൻ പറ്റില്ല. അരമണിക്കൂർ തന്നെ കുറച്ചധികം വായിച്ചു കഴിഞ്ഞത് നല്ലൊരു ഇമാജിനേഷനിൽ കൊണ്ടുപോകേണ്ടത്. എനിക്കതൊന്നും പെട്ടെന്ന് വായിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഷോസ് ഒന്ന് പിടിക്കാണ്ടിരിക്കുന്ന കാലത്ത് അത് പെട്ടെന്ന് തീർക്കണം എനിക്ക്. എന്താണെന്നുള്ള സംഭവം ക്യൂരിയസ് ആണ്. അതിലൂടെ പോകാന്നല്ല ഇഷ്ടം. അതാണ് എന്റെ കംഫർട്ട് സോൺ. നമ്മൾ ചെറുപ്പത്തിൽ കുറച്ചു കാലം ഇതൊക്കെ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല, കിക്കില്ല. ഇപ്പൊ കുറെ വായിച്ചു കേട്ടോ. ഇനിയിപ്പോ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ വായന എന്നുള്ളത് എനിക്കാണ് തോന്നുന്നത്. ഇനി എന്തോരം ആൾക്കാരെ കാണാനും വായിക്കാനുണ്ട്. കുറെ എഴുത്താറില്ലേ, എല്ലാവരും ഇത് വായിക്കുക എന്നുള്ളത്. അതിനൊക്കെ കുറെ സമയം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 25 വയസ്സിലായിട്ടുള്ളൂ. എന്തോരം പേരെ വായിക്കാനുണ്ട്. ഷോ ഒക്കെ ചെയ്തിട്ട് ടൈമില്ലാതായില്ലേ? അതാണ് പ്രശ്നം. ഈ വീട്ടിലില്ലെങ്കിൽ എനിക്ക് വായിക്കാനും എഴുതാനൊന്നും പറ്റില്ല. ഞാൻ എല്ലാ ഷോക്കും പോകുമ്പോ ബുക്കും എല്ലാം കൊണ്ടുപോകും. പക്ഷെ പറ്റില്ല, നടക്കില്ലല്ലേ. വീടാണ് എന്റെ കംഫർട്ട് സോൺ. അല്ല, അത് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഹോട്ടലിലൊക്കെ ഇരുന്ന് വായിക്കാനൊക്കെ ഇനി പറ്റുള്ളായിരിക്കും. അതെ അതെ, അത് വേണം. വായന ഒന്ന് വിട്ടു പോകണമെന്നൊരു പേടി എനിക്കുണ്ട്. എഴുതുകയും ചെയ്യണം. അപ്പൊ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും? പാട്ടിലാണ്ട് എഴുതുന്നത് എനിക്ക്. പാട്ട് എഴുതണത് കുറച്ചുള്ളൂ. ഞാൻ പാട്ട് എഴുതുമ്പോൾ പാട്ട് മീൻസ് ഞാൻ ഇപ്പൊ ഗോഡൌണിൽ പണിക്ക് പോയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ പണിയാണല്ലോ. ഞാൻ അവിടെ പണി ചെയ്തോണ്ടിരിക്കുമ്പോ തലയിൽ ഇങ്ങനെ ഓരോ വരികൾ വരും. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കും ഇത് നല്ല ഇതല്ല. അങ്ങനെ തോർത്തോർത്ത് വെച്ചുമ്പോ ഞായറാഴ്ച ആകുമ്പോൾ ചില നമുക്ക് ഓർമ്മയുണ്ടാവും. അതിലേതെങ്കിലും നല്ല പോയിന്റ് ഓർമ്മയുണ്ടാവും. അങ്ങനെ എഴുതണതാണ്. അത് മാത്രമേ എഴുതുള്ളൂ. കുറെ ചിന്ത വരും, കുറെ എഴുത്ത് വരും. ഇതേ നമുക്ക് തലയിൽ സ്ട്രൈക്ക് ആയ സാധനം ഉണ്ടാവില്ല, അത് മാത്രമേ എഴുതും. അങ്ങനെ അങ്ങനെ കുറെ പ്രോസസ് ഉണ്ട് അതിന്. ബൈക്കിലൊക്കെ പോകുമ്പോ ട്രാഫിക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ അയച്ചു. ഞാനിപ്പോ വർക്ക് ചെയ്യുമ്പോ എന്റെ കൂട്ടുകാരൊക്കെ നീ എന്തൊട്ടി പറഞ്ഞോണ്ടിരിക്കുന്നത്, ഞാൻ പാട്ട് പഠിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നന്നായിട്ട് കേറി വരുന്ന സാധനം മാത്രം നമ്മൾ എഴുതും. കോറ് സാധനം മാത്രം. നമുക്ക് ഇങ്ങനെയും പറയാം ഇങ്ങനെയും പറയാം. ഇങ്ങനെ പറയുന്നതാണ് സുഖം. പിന്നെ പറയുമ്പോ പല പല ഇതുണ്ടാവും ആൾക്കാർക്ക്. ഇതായിരിക്കും പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, പക്ഷെ അത് രസമല്ലേ. വേറെ മാർക്കറ്റിംഗ് പരിപാടി ഉണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി പിന്നെയും കേൾക്കുമല്ലോ പാട്ട്. എല്ലാ സാമ്പത്തിക സംഭവം അടിത്തറയും കിട്ടും. എല്ലാത്തിനും പറ്റി ഒരു ഉദാഹരണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ആൾക്കാരൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ? ഈ നമ്മൾ വായന അല്ലാതെ വീഡിയോസ് ഒക്കെ കാണുമോ, കേൾക്കോ? അതൊക്കെ അതാണ് കൂടുതൽ. ഇന്റർവ്യൂസ് ഞാൻ കൂടുതലും കാണുന്നത്. ഇന്റർവ്യൂസിനൊക്കെ ഭയങ്കരമായിട്ട് ചേട്ടൻ്റെ ഇന്റർവ്യൂ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അത് കുറച്ചൊരു പാഴ്വയിലായിപ്പോയി. എനിക്ക് ഭയങ്കര ഞാൻ ആദ്യം ഇന്റർവ്യൂ കണ്ട് ഇതായത് ഗൗരിലക്ഷ്മിയുടെ പണ്ട് പുള്ളിക്കാരത്തി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞതും. അന്ന് എനിക്കറിയില്ല എനിക്കുള്ളത് മെന്റൽ ഹെൽത്ത് സീനാണെന്നുള്ളത്. അപ്പൊ എനിക്ക് ഇതായിരുന്നു എനിക്കുള്ള പ്രശ്നം. പുള്ളിക്കാരി പറയുന്നത് ഫുള്ള് ഒരു അരമണിക്കൂർ ഫുള്ള് ഞാൻ കേട്ടിരുന്നിരിക്കും. എല്ലാം അതിൽ നിന്ന് കണക്റ്റായി. ലൈക്ക് എല്ലാം എനിക്ക് കണ്ടു. അല്ലെങ്കിൽ കമന്റ്സ് ഒക്കെ വേറെയാണ്. പുള്ളിക്കാരത്തി എന്താ പറയണത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ എനിക്ക് എല്ലാം വർക്കായി. എനിക്കറിയാലോ ഞാൻ കടന്നു പോകണത് എന്താണ്. ഇന്റർവ്യൂസിൽ കാണാം. പിന്നെ കുറെ കാണാൻ തുടങ്ങി. പിന്നെ കനീകുസുരിതൊക്കെ ഇന്റർവ്യൂ കാണാറുണ്ട്. ബേസിലിന്റെ കാണാറുണ്ട്. ബേസിലിന്റെ പുള്ളിയുടെ ലൈഫും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഫണ്ണായിട്ടിരിക്കുന്നത് ഫൺ, സീരിയസ് ആണെങ്കിൽ സീരിയസ്. ധ്യാനൊക്കെ കാട്ടില്ലേ പുള്ളി തമാശ കളിച്ചിരിക്കുന്ന പുള്ളിയുടെ ഉള്ളിൽ സാധനമുണ്ട്. നമുക്കറിയാതെ. അപ്പൊ അതൊക്കെ ഈ ക്യൂവിലൊക്കെ വന്നതെന്തോ ഈ അടുത്ത് വന്നായിരുന്നു. കുറച്ച് സീരിയസ് ആയിട്ട് പറയുന്നത് മനസ്സിലായി നമുക്ക് പുള്ളിയുടെ ഉള്ളിൽ അതുണ്ടെന്നുള്ളത്. അത് നൈസ് പരിപാടിയാ. നമ്മ എപ്പോഴും സീരിയസ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. നമുക്ക് പറയാനുള്ളത് ഫണ്ണായിട്ട് തന്നെ പറയാ. എല്ലാവരും എൻകറേജ് ചെയ്യാ. മാർക്കറ്റിന് അത് വേണ്ടത്. ധ്യാൻ ഇപ്പൊ വീണ്ടെടുത്തുള്ള പയ്യെന്നുള്ള സാധനം എടുത്ത് പുള്ളി അങ്ങനെ നിന്നിട്ടാ. എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയാ. പക്ഷെ ബുദ്ധിപരമാണത്. ഭയങ്കര കളിയാണത്. ദുബായിലൊരു പ്രശ്നം ഉണ്ടായില്ലേ, ആരോ ഇപ്പൊ എതിരഭിപ്രായം പറയേണ്ടത് പുള്ളി പറഞ്ഞു താങ്കൾ പറഞ്ഞത് തെറ്റാണ്. അതും പറയേണ്ടത് അതും പറയാം. അതെ, കൈകാര്യം ചെയ്യാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്തത്. ഇപ്പൊ ഇത് മാർക്കറ്റിംഗ് കൂടെ വേണം. നമ്മൾ പൊളിറ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. കേൾക്കാൻ ചിലപ്പോൾ ആള് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് മാർക്കറ്റ് ചെയ്ത് നമ്മൾ നിൽക്കണം. അപ്പം ഹിപ്പ് ഹോപ്പിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും മനസ്സിനകത്ത് പ്ലാൻ ഉണ്ടോ? അത് എങ്ങനെയാണ് മറികടക്കുക എന്നൊക്കെ ഉള്ളത്? ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ബോധമല്ലെന്ന് പറയുന്നത്. ഇപ്പൊ ഓഡീഷൻ ഉണ്ടാക്കുക, ഒരു 100 ആളെക്കാളും കൂടുതൽ ഒരു 1000 ആൾ കേൾക്കാൻ നിൽക്കുക, എന്നിട്ട് 1000 ആൾക്ക് പറയാത്. 100 പേരെടുത്ത് പറഞ്ഞാൽ 5 പേർക്ക് മനസ്സിലായ അത് കുറവായിരിക്കും. 1000 ആൾ പറഞ്ഞിട്ട് 50 പേർക്ക് മനസ്സിലായാലും വേറെയുള്ള. ഇപ്പൊ ഓഡിയൻസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൊളിറ്റിക്സ് പറയാത്ത. ഇപ്പൊ പിന്നെ നമുക്കും പറഞ്ഞു നേരത്തെ പറഞ്ഞ എനിക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അറിവും സംസാരവും കുറവാണ്. ലൈക്ക് തലയിലുള്ളത് 100% ഇതിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല, എഴുതാനേ പറ്റുള്ളൂ.
അപ്പം അതും ഒന്ന് പ്രോസസ്സ് ചെയ്ത് ടൈമിന് കാത്തിരിക്കുക ഞാൻ കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി അത് ആ വശത്തിൽ അത് ഉള്ളിലുണ്ട്, സമയം എടുക്കും എന്നുള്ള ചിന്ത. 5 വർഷം കഴിയുമ്പോൾ പുലി എവിടെയായിരിക്കും? ആ വേറെ ലെവലായിരിക്കും ആയിരിക്കണം. വരട്ടെ എന്ന് വെച്ചിരിക്കും, ഞാൻ അതിനെ പറ്റി ചിന്തിക്കാനുള്ള ഇപ്പം. നമുക്കറിയാം അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്. വരട്ടെ അപ്പോൾ നോക്കാന്നുള്ളത്. അപ്പോഴൊക്കെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കില്ല ഡെയിലി. എല്ലാം പൊത്തിയൊക്കെ പറയേണ്ട സമയത്ത് പറയാം എന്നുള്ള ചിന്തയില്ല. സമയമാവട്ടെ എന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത്. ഈ സോഷ്യൽ അവയർനെസ് ആണ് നമ്മളെ പലപ്പോഴും ഇത് പ്രേരിപ്പിക്കുന്നത് എഴുതാനൊക്കെ. പല കാര്യങ്ങളും നമ്മൾ കണ്ണുപൊത്തിയിരുന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാം. അപ്പോൾ അങ്ങനെ കണ്ണുപൊത്തിയിരിക്കാൻ പലപ്പോഴും ആർട്ടിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. പല ഏരിയാസിൽ നിൽക്കുന്നവർ പ്രതികരിക്കില്ല. സിനിമയിൽ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടാൽ പോലും നമ്മൾ പറയില്ല. അപ്പം മാർക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഒതുങ്ങൽ എന്തായാലും കരിമ്പുലിയുടെ ഭാഗത്ത് ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ കുറച്ച് 2 വശം നോക്കും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പരിപാടി എനിക്ക് ഇപ്പൊ എത്ര ഒരു വശം മാത്രം കേൾക്കുന്നത് നല്ല പരിപാടിയിലെന്ന് തോന്നുന്നുണ്ട്. ലൈക്ക് നമ്മൾ റീലിൽ കാണുന്നത് വേറെ ഉള്ളൂ. 2 വശം അറിഞ്ഞ് നമ്മൾ അതിനോട് ധാരണ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നമ്മൾ പറയേണ്ടതാണെന്ന് നമുക്ക് തോന്നിയാൽ പറയാം. പറയാൻ ഒരുപാട് പേരുണ്ടല്ലോ, പറയാൻ അറിയാവുന്നവർ, അവർ പറയട്ടെ എന്നുള്ള ചിന്തയിൽ നമുക്ക് പറയാൻ. ഇത് അവർ പറഞ്ഞില്ല, അത് നമ്മൾ പറയണമെന്ന് എനിക്ക് തോന്നി ഞാൻ പറയും. അങ്ങനെ ഒരു ഇതിൽ ഇപ്പോൾ എല്ലാത്തിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക. നമ്മൾ പൊളിറ്റിക്സിൽ ഇടപെട്ടില്ലെങ്കിൽ പൊളിറ്റിക്സ് നമ്മൾ ഇടപെടുന്നുള്ളത് ആ ഒരു ധാരണ മതി. അത്രയും പൊളിറ്റിക്കലായിട്ടിരുന്നാൽ മതി, അവയർനെസ് ആയിക്കോളും. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പറയാൻ ഉള്ളൊരിത് വന്നിട്ടില്ല ഇപ്പോഴും. എനിക്ക് പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയണം. ആ സാധനം വന്നിട്ടില്ല. അത് വരുത്തണം. ആൾക്കാരായിട്ട് സംസാരിക്കുക, പുതിയ ആൾക്കാരായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ള ചിന്തയിൽ. ഇപ്പം KL42 ഞാൻ മറ്റേ തലച്ചോറിൽ പരിപ്പും ചാറ് ഒഴിച്ചു പോകുന്ന പരിപാടി കുറേ പേർക്ക് ഡൗട്ടുള്ള പരിപാടിയാണ്. 2 അർത്ഥത്തിലാണ് എഴുതിയത്. ഒന്ന് മെൻ്റൽ ഹെൽത്ത്, തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ച് കുഴഞ്ഞിരിക്കുന്നത് തലച്ചോറ്. പിന്നെ ഒരു വാക്ക് തലച്ചോറ്, ചോറ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തെങ്കിലും കറി ആയിരിക്കുമല്ലോ. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന കറി പരിപ്പും ഉണക്കമീനും വറുത്തതൊക്കെ ആയിരിക്കുള്ളൂ. സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. സോ എൻ്റെ വീട്ടിൽ എപ്പോഴും ചിക്കനും ഇതൊക്കെ ആണെങ്കിൽ ഞാൻ തലച്ചോറിൽ ഇറച്ചി ചാറ് വെച്ചെന്നേ എഴുതുള്ളൂ. സോ തലച്ചോറിൽ പരിപ്പും ചാറ് വെച്ചെന്നുള്ളത് ഞാൻ പൊളിറ്റിക്കലായിട്ട് പറയാൻ ശ്രമിച്ച കാര്യം. ആർക്കും മനസ്സിലാവുന്ന എനിക്കറിയാം, പക്ഷെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നത്. കുറെ പേർക്ക് സംശയം ഉണ്ടായിരുന്നത് എന്താ ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ മുള്ളാണി ശരിക്കും എന്തായിരുന്നു? അത് ലൈക്ക് മറ്റേതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. ഇത് മാത്രമേ ഭയങ്കരമായിട്ട് എഴുതിയതുള്ളൂ ഞാൻ, തലച്ചോറിൽ പരിപ്പും ചാറ്. എനിക്ക് അങ്ങനെ സിമ്പിളായിട്ട് പറയുമ്പോഴാണ്, പക്ഷെ കിട്ടേണ്ട അടുത്ത് കിട്ടണമെന്നുണ്ടായിരുന്നു. ഒന്ന് പറയണം എനിക്കത്, നല്ലല്ലേ കിട്ടുള്ളൂ. അതെ, ശരിക്കും ഞാൻ ഇൻ്റർവ്യൂവിന് മുമ്പ് കണ്ടൊരു ഗബ്രിയും ഇവിടെ ഇരിക്കുന്ന ഗബ്രിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് നീ ഒരു കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഹഗ് ചെയ്യുന്നത് സോഷ്യൽ ഹഗ് ആയിരിക്കില്ല, കുറച്ചുകൂടെ അടുപ്പമുള്ള ഒരാളോട് നമുക്ക് തോന്നുന്നൊരു അടുപ്പമില്ലേ. ശരിക്കും അതാണ് എനിക്ക് നീ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. അതുകൊണ്ടാണ് ഗബ്രിയെ നീ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. താങ്ക്സ് ഡാ. താങ്ക് യു. ഞാൻ ഒന്ന് ഹഗ് ചെയ്യാം. സന്തോഷം. പൊളിക്ക്. ഇമോഷണലായിരുന്നു. അതെ, താങ്ക് യു.